പാകിസ്ഥാന് തുർക്കി ആയുധം നൽകിയിട്ടില്ലെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാൻ പ്രസ്താവിച്ചു. ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത്. പരമാവധി മീഡിയകളിലെല്ലാം പാകിസ്ഥാന് തുർക്കി ആയുധം നൽകുന്നുണ്ട് എന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ വന്നിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ തങ്ങൾ ആയുധം നൽകിയിട്ടില്ലെന്നും അത്തരമൊരു കരാർ വ്യവസ്ഥ പാകിസ്ഥാനും തങ്ങളുമായിട്ട് ഇല്ല എന്നുള്ള തരത്തിലാണ് റജബ് തയ്യിബ് ഉർദുഗാന്റെ മറുപടി വന്നിരിക്കുന്നത്. തുർക്കി വ്യോമസേനയുടെ 73130 ഹെർക്കുലിസ് വിമാനങ്ങൾ പാകിസ്ഥാന് വിട്ടുകൊടുത്തു എന്ന തരത്തിലുള്ള ആരോപണമാണ് ആദ്യഘട്ടത്തിലുണ്ടായത്. ഇതാണ് തുർക്കി നിഷേധിച്ചത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതും മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി തങ്ങൾ ആയുധം നൽകുക എന്നുള്ള ഒരു പ്രവർത്തനം സാധാരണഗതിയിൽ ചെയ്യാത്തതാണ്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതല്ലാത്ത രീതിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഒരു രാജ്യത്തിന് വേണ്ടി ആയുധം നൽകി മറ്റൊരു രാജ്യത്തെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു കാലത്തും തുർക്കി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന മറുപടി. അതോടൊപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഇനിയൊരു യുദ്ധം ലോകത്തിന് താങ്ങാൻ വേണ്ടി സാധിക്കുകയില്ല. തങ്ങൾ യുദ്ധത്തിനെതിരാണ്. ഏതൊരു രാജ്യവുമായിട്ട് യുദ്ധം ഉണ്ടാകുന്ന സമയത്തും അതിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കുകയും ഏറ്റവും ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്ന രാജ്യത്തെ വിമർശിക്കുകയും തങ്ങളുടെ നയങ്ങളും നിലപാടുമാണ്. ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ആ യുദ്ധം അവസാനിപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുകയും ഒരു വേള ഉക്രൈൻ പോലും തങ്ങളുടെ അരികെ വന്നുകൊണ്ട് യുദ്ധം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങളെ സഹായിക്കണമെന്ന് പറയുകയും തങ്ങൾ റഷ്യയുമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ 2 പ്രാവശ്യം നടത്തിയിരിക്കുന്ന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പിന്തുണയാണ് തുർക്കിയുടെ ഭാഗത്ത് സൗദി അറേബ്യക്ക് നൽകിയത്. ഇതിനെല്ലാം അർത്ഥമാക്കുന്നത് യുദ്ധത്തിന് തങ്ങൾ എതിരാണെന്നും യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു തരത്തിലുള്ള സഹായങ്ങളും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളതും, പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തങ്ങളുടെ സൗഹൃദ രാജ്യമാണ്. പാകിസ്ഥാനും അങ്ങനെ തന്നെയാണ്. ഇവർ തമ്മിലൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിൽ മധ്യസ്ഥത വഹിക്കുന്നതിന് അപ്പുറമായ രീതിയിൽ മറ്റൊരു രാജ്യത്തെ സൈനികപരമായിട്ട് സഹായിക്കുന്ന പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്ന മറുപടി. എന്നാൽ അന്താരാഷ്ട്ര മീഡിയകൾ, ഇന്ത്യ അടക്കമുള്ള പല മീഡിയകളും ഇങ്ങനെയല്ല റിപ്പോർട്ടായിട്ട് വരുന്നത്. തുർക്കിയും ചൈനയും ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന തരത്തിലാണ്. കപ്പൽ കണക്കിന് ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്ത് ഇതിനിടയിൽ തന്നെ വന്നതാണ്. പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ട് ഇപ്പോഴും ഒരു വിശദീകരണം നൽകിയിട്ടില്ല. കാരണം തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ അത്ര നല്ലൊരു സൗഹൃദ ബന്ധമല്ല. ചൈനയും പാകിസ്ഥാനും തമ്മിൽ ബന്ധമുണ്ട്. കാരണം ഇന്ത്യക്ക് എതിരാണ് പാകിസ്ഥാൻ എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ചൈന ഇന്ത്യക്ക് എതിരാണ് എന്ന ഒരു നിലപാടുള്ളത് കൊണ്ട് ഇന്ത്യക്കെതിരെ നിൽക്കുന്ന രാജ്യത്തെ സഹായിക്കുക എന്നുള്ളത് ചൈന സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. ആ രീതിയിൽ അവരെ ഒരു പക്ഷേ സഹായിച്ചിട്ടുണ്ടാവും. അതൊന്നും പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും തുർക്കിയുടെ കാര്യത്തിൽ ഇപ്പോഴും വിഷയമായിട്ട് നിലനിൽക്കുകയാണ്. അതോടൊപ്പം ഒരു പറയുന്ന കാര്യം, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു വിരാമം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. വർത്തമാന ലോകത്ത് നമ്മൾ കണ്ടിരിക്കുന്ന കാര്യവും അതാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായിട്ട് തനിക്ക് വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട്. ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് സഹായം തേടി അദ്ദേഹം ഞാനുമായിട്ട് സംസാരിച്ചിട്ടില്ല, ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇത് വേണ്ടത്ര വിശ്വാസ്യമല്ല എന്ന തരത്തിലുള്ള അഭിപ്രായം പറയുന്നു. പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ തങ്ങൾ നിലപാടെടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അവർ ഇങ്ങോട്ട് കയറി ആക്രമിച്ചതാണ്. ഇപ്പോഴും അവിടെ പാലസ്തീനുകൾ കൊല്ലപ്പെടുന്നുണ്ട്. അടിസ്ഥാനമായിരിക്കുന്ന ആ വിഷയം തീരണമെങ്കിൽ അവിടെ യുദ്ധവിരാമം മാത്രമല്ല, പാലസ്തീൻ്റെ സ്വാതന്ത്ര്യം കൂടി വേണം. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തപ്പെടുന്ന ഒരു ജനതയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് തുർക്കിയുടെ നയങ്ങളും നിലപാടുമാണ് എന്നതിനാൽ തങ്ങൾ ഇസ്രായേലിനെതിരെ നടപടിയെടുക്കുകയും ഇസ്രായേലിൻ്റെ ഭരണാധികാരികൾക്കെതിരെ, അത് മൊത്തത്തിൽ പറഞ്ഞ പ്രധാനമന്ത്രി നെതന്യാഹു, മുൻ പ്രതിരോധ മന്ത്രി, ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി, ഇപ്പോഴത്തെ വിദേശകാര്യ മന്ത്രി, ഓരോ മന്ത്രിമാരെ പേരെടുത്തുകൊണ്ട് തന്നെ താൻ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തുർക്കി പറഞ്ഞു വെക്കുന്നു. സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ UN സഭയിൽ ഇന്ത്യ ആഞ്ഞടിക്കുകയും ശക്തമായ രീതിയിൽ പാകിസ്ഥാനെതിരെ നിലപാടെടുക്കുകയും ചെയ്തു. പാകിസ്ഥാൻ തമ്മാടി രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്നുള്ള പരാമർശമാണ് ഇന്ത്യ നടത്തിയത്. നടന്ന ഭീകരവാദ സംഭവങ്ങളിലെല്ലാം ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന് പങ്കുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, വേറെ രാജ്യത്ത് നടന്നാലും അതിൽ പാകിസ്ഥാൻ പങ്കാളിത്തം വഹിക്കുന്നു. അത് ഗവൺമെൻറ് തന്നെ ആ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. രാജ്യ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചല്ല അവരുടെ ചിന്ത. അതിന് പകരമായ രീതിയിൽ എന്തെങ്കിലും രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന രാജ്യമായി
പാകിസ്ഥാൻ മാറിയത് വല്ലാത്ത രീതിയിലുള്ള പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ഈ നിലപാടൊക്കെ പല ഘട്ടങ്ങളിലും അഫ്ഗാനിസ്ഥാനും പറഞ്ഞിട്ടുണ്ട്. അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലൊന്നും നല്ല ബന്ധമല്ല. ഇറാനിൽ പോലും പാകിസ്ഥാൻ ഭീകരരുടെ സ്ഫോടന പരമ്പരകൾ തന്നെ നടന്നിട്ടുണ്ട്. ഈ അടുത്ത് നടന്നിരിക്കുന്ന കഴിഞ്ഞ വർഷം നടന്ന ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് IS തീവ്രവാദികൾ നുഴഞ്ഞു കയറിയത് പാകിസ്ഥാന്റെ അതിർത്തിയിലൂടെ അഫ്ഗാൻ വഴിയാണ് എന്ന് പറയപ്പെടുന്നു. 200-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഇറാന്റെ പരമോന്നത സൈനിക മേധാവിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട ആഘോഷത്തിനിടയിലാണ് 2 കാറുകൾ പൊട്ടിത്തെറിച്ചത്. അതിൻ്റെ ഉത്തരവാദിത്വം IS ഏറ്റെടുത്തു. അങ്ങനെ ഇറാൻ പാകിസ്ഥാൻ ആക്രമിച്ചൊരു സംഭവം അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ആ ഭീകരയിൽപ്പെട്ട ആൾക്കാർ, IS എന്ന് പറയുന്ന ആ തീവ്രവാദി സംഘത്തിൻ്റെ തലമൂത്ത ആൾക്കാരൊക്കെ യഥാർത്ഥത്തിൽ പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാൻ എങ്ങനെ ഇവർ ഇങ്ങനെ ശക്തി സംഭരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥപരമായിരിക്കുന്ന സത്യം. അത് ലോകത്തിനത് മനസ്സിലായത് അൽഖ്വയ്ദ ഭീകരവാദിയായിരിക്കുന്ന ഉസാമ ബിൻ ലാദനെ പാകിസ്ഥാനിൽ വെച്ച് അമേരിക്ക പിടിച്ചതോടനുബന്ധിച്ചാണ്. പാകിസ്ഥാനിൽ അബാട്ടാബാദിൽ വെച്ചിട്ടാണ് അൽഖ്വയ്ദയുടെ ഭീകരവാദി പിടികൂടുന്നത്, വെടിവെച്ച് കൊല്ലുന്ന നിരീക്ഷണം നടത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം നടത്തിയ ഒരു ആക്രമണമായിരുന്നു അത്. ഈ അബാട്ടാബാദ് എന്ന് പറയുന്ന ഈ പ്രദേശം, അൽഖ്വയ്ദയുടെ നേതാവ് താമസിച്ചിരുന്ന ഈ പ്രദേശവും അമേരിക്കയുടെ മിലിറ്ററിയുടെ ബേസും തമ്മിൽ 3 കിലോമീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ അമേരിക്കയുടെ മിലിറ്ററിയുടെ കാലിൻ്റെ അടിയിലാണ് ഉസാമ ബിൻ ലാദൻ കിടന്നുറങ്ങിയത് എന്ന് ചുരുക്കം. അതിൻ്റെ കാര്യം എന്താണ്? അതിന് പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള പിന്തുണ നൽകിയത്. ഗവൺമെൻറ് മൊത്തത്തിൽ ഒരു ഭീകരവാദ സംവിധാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന ലോകത്തിലെ ഏക രാജ്യത്തിൻ്റെ പേര് പാകിസ്ഥാൻ എന്നാണ്. അവർ ഒരുമിച്ചിട്ടാണ് ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത്. ഇത് പ്രധാനമന്ത്രിയുടെ ഈ പ്രതിരോധ മന്ത്രി ഇതിനിടെ സമ്മതിച്ചതുമാണ്. ഞങ്ങൾ ഭീകരവാദ പ്രവർത്തനത്തിന് വലിയ പ്രോത്സാഹനം നൽകിയിട്ടുണ്ടെന്ന്. അവർ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അവർ തന്നെയാണ് നൽകിയത്. അൽഖ്വയ്ദയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, താലിബാനുമായിട്ട് അന്നത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് വലിയ പങ്കുണ്ട്. അവിടെ ഒരു സുസ്ഥിരമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇല്ല എന്ന് മനസ്സിലാക്കണം. ഈ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികളെ പിടിച്ച് ജയിലിട്ടുകൊണ്ട് പട്ടാള ഭരണം നടത്തുക, ആ പട്ടാള ഭരണാധികാരികളെ അട്ടിമറിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള അസിസ്റ്റന്റ് പട്ടാള അധികാരമേൽക്കുക, ഇങ്ങനത്തെ സ്ഥിതി. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രധാനമന്ത്രി ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. എന്നിട്ട് അയാളിപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു അപേക്ഷ നൽകിയത് ഏറ്റവും ലോക്കലായിരിക്കുന്ന പ്രതികളുടെ കൂടെയാണ് താൻ കിടന്നുറങ്ങുന്നത് എന്നതിനാൽ കുറച്ച് മെച്ചപ്പെട്ട ഒരു ജയിലിൻ്റെ റൂം എനിക്ക് അനുവദിച്ചു നൽകണമെന്ന് പാകിസ്ഥാൻ സുപ്രീം കോടതിയിൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രധാനമന്ത്രിയുടെ ദയനീയമായിരിക്കുന്ന അവസ്ഥ ഒരു രാജ്യത്ത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു അവസ്ഥയിലൂടെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നീങ്ങിക്കൊണ്ട്. യഥാർത്ഥത്തിൽ ആ രാജ്യമാണ് എന്ന് തന്നെ പറയാൻ പറ്റില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു വാചകം ഇന്നും ചരിത്രകാരന്മാരെടുത്ത് ഉദ്ധരിക്കുന്നതാണ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യമല്ല, അതൊരു പരീക്ഷണശാലയാണ്. എല്ലാ കാലത്തും അങ്ങനെ തന്നെ അത് ഉണ്ടാവും. നമ്മൾ ഇപ്പോഴത്തെ വർത്തമാന കാലത്ത് 1945 സ്വാതന്ത്ര്യം കഴിഞ്ഞതിന് ശേഷം 75 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട്. അതൊരു പരീക്ഷണ ഭൂമിയാണ്, ഒരു രാജ്യമൊന്നുമല്ല. ആ ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും അവർ പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുക. ഇപ്പോഴത്തെ ഭരണാധികാരിയായിരിക്കുന്ന വിദേശകാര്യ മന്ത്രിയുടെ മാതാവിനെയാണ് കഴിഞ്ഞ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെടിവെച്ച് കൊന്നത്. ആ വെടിവെച്ച് കൊന്നതിൻ്റെ പ്രതികൾ ആരാന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആർക്കും അറിയില്ല.